പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതുവത്സരം കൂടി എത്തിക്കഴിഞ്ഞു. വർഷങ്ങൾ വരുന്നു പോകുന്നു. മറ്റു സമുദായമെല്ലാം സംഘടിച്ച് ഓരോ വർഷവും പ്ലാൻ ചെയ്ത് സാമ്പത്തികമായും രാഷ്ട്രീയമായും പലതും നേടുകയും മുന്നേറുകയും ചെയ്യുന്നു. പട്ടിക സമുദായങ്ങൾ ഒന്നും തന്നെ ആ വിധം സംഘടിക്കാനോ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനോ മുതിരുന്നില്ല. തൽഫലമായി പട്ടിക വിഭാഗ നേതാക്കളെ കാണാനോ ചർച്ച ചെയ്യാനോ രാഷ്ട്രീയ പാർട്ടികൾക്ക് താൽപ്പര്യമില്ല. നിലവിൽ ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിശബ്ദരായി വോട്ട് നൽകി UDFനെ മുന്നിലെത്തിക്കാനും NDAയെ കേരളത്തിൽ കാലുറപ്പിക്കാനും സഹായിച്ച പട്ടിക സമൂഹങ്ങളെ ആരും ഗൗനിക്കുന്നേയില്ല. ഈ സ്ഥിതി മാറ്റണം. നമുക്കും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഉയരണം. എന്നാലേ പട്ടിക വിഭാഗം പുരോഗതി നേടും. അത് സാധ്യമാക്കാൻ നാം സംഘടിക്കണം. രാഷ്ട്രീയമായും സാമ്പത്തികമായും വളരാൻ നേതാക്കളെയും സംരംഭകരെയും പട്ടിക സമുദായത്തിൽ നിന്നും വളർത്തിയെടുക്കണം. സംഘടിക്കാനും മുന്നോട്ട് കുതിക്കാനും പറ്റിയ അവസരമാണ് കേരളത്തിൽ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നമ്മുടെ പൊതു താൽപ്പര്യങ്ങൾ മുൻനിർത്തി പട്ടിക വിഭാഗങ്ങൾക്ക് സംഘടിക്കാൻ കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് പലതും വിലപേശി നേടാനാകും. ഈ രീതിയിലാണ് ഇവിടുത്തെ പ്രബല സമുദായങ്ങൾ സംഘടിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. ഇക്കൂട്ടർ സംഘടിച്ചപ്പോൾ അവർക്ക് നേതാക്കളും പ്രഗത്ഭരായ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉണ്ടായി. അവരുടെ തണലിൽ ആ സമൂഹങ്ങൾ സാമ്പത്തിക പുരോഗതി പ്രാപിച്ചതായി കാണാം. സംഘടിത ശക്തി നേതാക്കളെയും നല്ല നേതാക്കൾ സമൂഹത്തെ തന്നെയും പുരോഗതിയിലേക്ക് നയിക്കും. ആയതിനാൽ വിവിധ പട്ടിക വിഭാഗങ്ങൾ തങ്ങളുടെ അകൽച്ച മാറ്റി നിർത്തി പൊതു താൽപ്പര്യങ്ങൾക്കായി സംഘടിക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു. വിവിധ സർക്കാരുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു സംഘടിത ശക്തിയാണ് നമുക്ക് ആദ്യം വേണ്ടത്. 12% വരുന്ന പട്ടിക വിഭാഗം 100-ലേറെ നേതാക്കളുടെ കീഴിൽ തമ്മിൽ അറിയാതെയും അന്യോന്യം അംഗീകരിക്കാതെയും അകന്നു കഴിയുകയാണ്. ഈ അകൽച്ചയാണ് സർക്കാരിനും രാഷ്ട്രീയ നേതാക്കൾക്കും പട്ടിക വിഭാഗ അവകാശങ്ങൾ അവഗണിക്കാൻ ധൈര്യം നൽകുന്നത്. ഈ സത്യം പട്ടിക സമൂഹ നേതാക്കളും തിരിച്ചറിയണം. സംഘടിത ശക്തിയും കഴിവുള്ള നേതാക്കളും ഉണ്ടായാൽ സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ ശക്തിയും സാമൂഹ്യ പുരോഗതിയും പിന്നാലെ വന്നുകൊള്ളും. വരുന്ന ജനുവരി 18 എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ രാവിലെ 10 നടക്കുന്ന 2ാം പട്ടിക വിഭാഗ നേതൃത്വ സംഗമം അതാണ് ലക്ഷ്യം വെക്കുന്നത്. ആയതിനാൽ പട്ടികജാതി പട്ടികവർഗ സമുദായ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്ത് കൈകോർത്ത് നമ്മുടെ സംഘടിത ശക്തി വളർത്താൻ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനായി അങ്ങയെ അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുതുവർഷം 2026 പട്ടിക വിഭാഗങ്ങളുടെ ശാക്തീകരണ വർഷം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നവവത്സര ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.